ഓണത്തിന്റെ വരവറിയിച്ച് പൂക്കൾ നിറയുന്ന ശ്രാവണ മാസത്തിൽ ചൂടിപൂജ നടന്നു. ഗൗഡ സാരസ്വത ബ്രാഹ്മണ കുടുംബങ്ങളിൽ മാത്രം നടക്കുന്ന ആചാരമാണ് ചൂടിപൂജ. കുടുംബത്തിന് സർവ്വമംഗളം വന്നു ചേരാനെ സുമംഗലികളാണ് പരമ്പരാഗത അനുഷ്ഠാന രീതിയിൽ തുളസി പൂജ നടത്തുന്നത്. വീട്ടുമുറ്റത്തെ തുളസിച്ചെടിയെയും സൂര്യദേവനെയും ആരാധിക്കുന്നതാണ് ചൂടിപൂജ. വെള്ളി ഞായർ ദിവസങ്ങളിലാണ് സാധാരണയായി പൂജ നടത്തുക. കുളിച്ച് ശുദ്ധിയായി മധുര നിവേദ്യം തയ്യാറാക്കുന്നതോടെ പൂജയ്ക്ക് തുടക്കമാകും. കറുക, മുക്കുറ്റി, ഹനുമാൻ കിരീട പുഷ്പം, മീശപ്പൂവ്, ശീപോതി തുടങ്ങി വീട്ടുമുറ്റത്ത് സുലഭമായ പൂക്കളും ഔഷധ സസ്യങ്ങളും മറ്റു പൂക്കളും ചേർത്ത് കെട്ടിച്ചൂടി എന്നറിയപ്പെടുന്ന കൊച്ചു പൂച്ചെണ്ടുണ്ടാക്കിയാണ് പൂജ ചെയ്യുന്നത്. ഇങ്ങനെ കെട്ടുന്നതാണ് ചൂടിപൂജ എന്ന പേരിന് പിന്നിലെ ഐതിഹ്യം. ഈ ചെണ്ടുകൊണ്ട് തുളസി പൂജ നടത്തുന്നതാണ് പ്രധാന ചടങ്ങ്. ഗൗഡ സാരസ്വത സമുദായത്തിൽ പണ്ട് മുതലേ സുമംഗലികൾ ആചരിക്കുന്ന ഒരു പൂജയാണ് ചൂടിപൂജ എന്ന് പറയുന്നത്. ഇത് ശ്രാവണ മാസത്തിലാണ് നമ്മൾ അനുഷ്ഠിക്കാറുള്ളത്. ഇത് സൂര്യഭഗവാനെ വണങ്ങുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ നമ്മൾ സൂര്യഭഗവാന്റെ മഴവില്ലൻ്റെ നിറമുള്ള 7 നിറം അത് നോക്കിയിട്ടാണ് നമ്മൾ ഈ പൂക്കളൊക്കെ സെലക്ട് ചെയ്യുന്നത്. ചൂടിപൂജ നടത്തുന്നത് സ്ത്രീകൾ മാത്രമാണ്. രാവിലെ തുടങ്ങി ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് പൂജ അവസാനിക്കും. വീടിന്റെ പ്രധാന വാതിൽപ്പടിയിലും പൂജാമുറിയിലും പ്രത്യേക ആരാധനയുണ്ട്. 2 ഭാഗത്തും ഓരോ ചൂടി വെച്ച് കത്തിച്ച നിലവിളക്കുമായാണ് വാതിൽപ്പടി കയറി വീടിനകത്തേക്ക് പ്രവേശിക്കുന്നത്. പൂജകൾക്ക് ശേഷം മുതിർന്ന സുമംഗലികളായ സ്ത്രീകൾക്ക് ചൂടി കൈമാറി കാൽ തൊട്ട് വണങ്ങി അനുഗ്രഹം തേടുന്നു. പുതുതായി വീട്ടിലെത്തിയ സുമംഗലികളായ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരും പൂജയിൽ പങ്കെടുക്കുന്നു. ഹോസ്ദുർഗ് പ്രദേശത്തെ വിവിധ ഗൗഡ സാരസ്വത ബ്രാഹ്മണ കുടുംബങ്ങളിലാണ് പൂജ നടക്കാറ്. ഇനി 1 വർഷത്തെ കാത്തിരിപ്പാണ്. ന്യൂസ് മലയാളം, കാസർഗോഡ്.